ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതം ഇങ്ങനെ ഒരു സമ്മാനമായി ഇങ്ങനെ മുത്തം നൽകുകയാണ് കേട്ടോ നിധിക്ക്. എന്നിട്ട് പറയാണ്, നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. CK ചന്ദ്രബോസിനെ ഇത്ര പെട്ടെന്ന് നീ അങ്ങ് കുപ്പിയിലാക്കിയത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ കോഫിയിൽ നീ വിഷം ചേർത്തു എന്ന് പറഞ്ഞിട്ട് ആ ജ്യോതി കിടന്ന് കാട്ടിക്കൂട്ടിയത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ നിനക്കൊപ്പം നിന്നെങ്കിലും കൂടി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്തായാലും അതൊക്കെ പോട്ടെ. എന്തായാലും ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ. ആ ഒപ്പിടുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഫോൺ കോളാണ്. അപ്പോൾ അത് തന്നെയാണ് അവിടെ എന്തോ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ അർത്ഥം. ഈ CK ചന്ദ്രബോസിൻ്റെ കളികളായിരുന്നു. എന്നാൽ എനിക്കത് തിരിച്ചു പിടിക്കേണ്ടേ. അപ്പോൾ ഇത് കേൾക്കുന്ന നിധി പറയാണ്, ഗൗതം എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു? ഇതിന് വഴി തുറന്നത് ഞാനല്ലേ? ഈ വീടിൻ്റെ ആധാരം പണയം വെക്കാനൊക്കെ പറഞ്ഞത് ഞാനല്ലേ ശരിക്കും ഗൗതമിനെ നശിപ്പിച്ചത് എന്ന് തന്നെ പറയണ്ടേ? ഗൗതമിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഞാനല്ലേ? അതുകൊണ്ട് ഗൗതം, ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് വെറുപ്പൊന്നുമില്ലേ? എന്താ നീ പറയുന്നത്? നീ എനിക്കൊരു വഴി തുറന്നു തന്നപ്പോൾ ഇവിടെ കളിച്ചത് CK ചന്ദ്രബോസ് അല്ലേ? അത് ഒറ്റിക്കൊടുക്കാൻ ആളുള്ളത് കൊണ്ടല്ലേ? അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കത് തിരിച്ചു പിടിക്കണം. തീർച്ചയായും തിരിച്ചു പിടിക്കുക തന്നെ വേണമെന്ന് പറയാം കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ്, അന്ന് തന്നെ രാത്രിയാകുമ്പോൾ ശിവാനി അടുക്കളയിൽ കയറിയിരിക്കുന്നു. ശിവാനി അടുക്കളക്കാരിയാക്കി മാറ്റിയിരിക്കുന്നു. ജ്യോതി പറയാണ്, ഇനിയുള്ള ഭക്ഷണം നീ ഞങ്ങൾക്ക് പോകുന്നത് വരെ വെച്ചുണ്ടാക്കിയാൽ മതി, എനിക്ക് പേടിയാണ് എന്നിട്ടോ. അങ്ങനെ ശിവാനി അടുക്കളയിൽ കയറിയിട്ട് സവാള അങ്ങനെ തോല് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫാനും ഇല്ല, AC ഇല്ല, എന്തൊരു അടുക്കളയാണിത്. കഷ്ടപ്പെട്ട് മനുഷ്യൻ ഇടങ്ങറായി. ഞാൻ തന്നെയാണ് എനിക്കുള്ള പണി ഒപ്പിച്ചത്. ആ ജ്യോതിക്ക് വിഷം കൊടുക്കുന്നു എന്ന് എനിക്ക് ചെന്ന് പറയേണ്ടിയിരുന്നില്ല. എൻ്റെ കഷ്ടകാലത്തിന് പറഞ്ഞു. ഇപ്പോൾ ഈ വീട്ടിലെ എല്ലാ വേലയും ഞാൻ അവർക്ക് ചെയ്യേണ്ടേ. 15 ദിവസം ഇനി അപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞ്, അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പിടിച്ച് നിൽക്കുമെന്ന് ഞാൻ നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പാത്രങ്ങൾ എടുത്ത് എറിയാനായിട്ടാണ്. അങ്ങനെ ആ പാത്രത്തിൻ്റെ സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ്. എന്താണ് നീ കാണിക്കുന്നത്? പിന്നെ ഞാൻ കാണിക്കുന്ന കഷ്ടപ്പാട്, എൻ്റെ കഷ്ടപ്പാട് കണ്ടില്ലേ? ഞാൻ എത്ര കഷ്ടപ്പെട്ട് അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണം. നീ വെച്ചുണ്ടാക്കി കൊടുക്കേ എന്ത്? അതെ, ആ നിധി എന്നെ ചതിച്ചു. ആ നിധിയുടെ ചതിയിൽ ഞാൻ വീണു. നിധി എന്നെ കെണിയിലാക്കുക എന്ന് മനസ്സിലാക്കാതെ ഞാനത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വസുന്ധര ചോദിക്കുക, എന്താ നീ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ കഥകളെല്ലാം പറയാനായിട്ടോ. നിധി തന്നെ കബളിപ്പിച്ച് തന്നെ കണ്ടിട്ടാണ് നിധി അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ കോഫിയിൽ വിഷമൊന്നും ചേർത്തിരുന്നില്ല. പക്ഷേ ജ്യോതിയോടും CK ചന്ദ്രബോസിനോടും ഞാനത് പറഞ്ഞില്ലേ, എൻ്റെ അച്ഛനും അമ്മയോടും ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഞാൻ അടുക്കളയിൽ കയറിയാൽ മതി, അവർ പോകുന്നത് വരെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വസുന്ധര പറയണേ, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇനി നീ തന്നെ അവർക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഈ വീട്ടിൽ നിൽക്കാനുള്ള ഇപ്പോൾ അവകാശം അവരുടെ ആ ഒരു ഇതോടു കൂടിയാണ്. അതുകൊണ്ട് അവരെ നീ നല്ല കെയർ ചെയ്യണം എന്നൊക്കെ വസുന്ധര പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം വസുന്ധര പോയോടുന്നു, അയ്യോ അവർക്ക് കോഫി വേണമെന്ന് പറഞ്ഞിരുന്നില്ല, അമ്മക്ക് കോഫി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കോഫി ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ തട്ടിത്തടഞ്ഞ് വീഴാൻ പോവാണ് കേട്ടോ. അതോടുകൂടി ഈ ശിവാനി പറയുന്ന, ഈശ്വരൻ എന്തൊരു കഷ്ടമാണ്, തൊടുന്നതും പിടിക്കുന്നതും എല്ലാം എനിക്ക് വേദനയാവുന്നു. ഇനി എത്ര ദിവസം ഞാനിത് കഷ്ടപ്പെടണം? ഇവിടുത്തെ വേലക്കാരി ആ നിധിയും ഈ പറയുന്ന പാറും ഒക്കെ ഇപ്പോൾ സുഖിച്ച് നടക്കുന്നത്, ഞാനിങ്ങനെ കഷ്ടപ്പെടുക തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിലെ പണി ഓരോന്നോരോന്നായി ശിവാനി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കോഫി ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് കാണാം പെട്ടെന്ന് നിർമ്മല അവിടെ പതുങ്ങിയും കൊണ്ട് തട്ടിൻ്റെ മുകളിലോട്ട് കയറിപ്പോകുന്നു കേട്ടോ. മുകളിലോട്ട് കയറിപ്പോകുന്ന കണ്ട് ഇവരെന്താ ഈ താഴത്ത് ഡ്രസ്സ് ഉണക്കാതെ മുകളിൽ പോയി ഉറക്കുന്നത്? എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇവിടുത്തെ വീട്ടുവേലക്കാർ ഈ നിധിയും ഒക്കെ പരിങ്ങി നടക്കുന്നത്, എന്നിട്ട് എന്നെ അടുക്കളയിലാക്കിയിരിക്കുക എന്നുള്ള ഇതിലോട് കൂടിയിട്ട് ശിവാനി ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനുണ്ട്. അപ്പോൾ നിർമ്മല ചോദിക്കുക, എന്താണ് നീ എന്താടി അടുക്കളയിൽ എന്നെ ആക്കിയിട്ട് നീ വീട്ടിലെ വേല ചെയ്യാതെ നീ നിധിയെ സൂചിച്ച് നടക്കുന്ന? നിധിയുടെ നിർദ്ദേശപ്രകാരമാണോ നീ അടുക്കളയിൽ കയറാത്ത? അത് പിന്നെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ, എന്ത് തന്നെ ആയാലും ശരി, നീ ഈ അവിടെ ഇരിക്കുന്ന അച്ഛനും അമ്മയ്ക്ക് ഈ ചായ കൊണ്ടുകൊടുത്തേന്ന് പറയണ്ട, ഈ കോഫി ഒന്ന് കൊണ്ടുകൊടുത്താൽ. അത് കേട്ടോടെ തന്നെ നിർമ്മല ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ, ഞാൻ നിന്നോട് കൊല്ലാൻ കൊണ്ടുപോകാനല്ലല്ലോ പറഞ്ഞത്, നിന്നോട് കൊല്ലാനെന്നല്ലല്ലോ പറഞ്ഞത്, നീ ഈ കോഫി ഒന്ന് കൊണ്ടുകൊടുക്കുക. അത് മേഡം, ഞാൻ ഈ തുണി വിരിക്കല്ലേ, ആ തുണി വിരിക്കുന്ന സമയത്ത് തുണി എന്താ ഇപ്പം തന്നെ വിരിക്കണമെന്ന് തുണി നിന്നോട് പറഞ്ഞോ? നീ മര്യാദക്ക് ഈ കോഫി കൊണ്ടുകൊടുക്കുക. എനിക്കിത് മുകളിൽ കൊണ്ടുപോയി വിരിക്കണം വെയിൽ പോകുമ്പോഴേക്കും. നിന്നോട് ഞാനെന്ത് പറഞ്ഞോ അത് നീ അങ്ങ് കേൾക്കുക, എന്നാൽ പിടിച്ചോ എന്ന് പറയാനേട്ടാ. എന്താ നിനക്ക് ഇനിയിപ്പോൾ അവരെ കാണുന്നതും പേടിയുണ്ടോ? നീയും നിധി എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് എന്ന് സത്യം എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അവരും നീയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല ഒന്ന് ഞെട്ടിക്കൊണ്ട് വേഗം ശിവാനിയുടെ കൈകളിൽ നിന്ന് ആ കോഫി വാങ്ങിയിട്ട് ഇങ്ങനെ റൂമിലോട്ട് പോകാനേട്ടാ. അങ്ങനെ ഈ സമയം CK ചന്ദ്രബോസ് ആരോടെയൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ജ്യോതിയാണെങ്കിൽ തലവേദനിച്ചിട്ട് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന സമയത്താണ് ഈ പറയുന്ന നിർമ്മല ചായയുമായി വരുന്ന കേട്ടോ. അപ്പോൾ നിർമ്മല ഈ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച കാണുന്നത് ഇങ്ങനെ CK ചന്ദ്രബോസ് ഇരിക്കുന്ന CK ചന്ദ്രബോസിനെ കാണുന്ന നിർമ്മല പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് ആ ഒരു കോഫിയുമായി പെട്ടെന്ന് ഓടുമ്പോൾ ആ കോഫി കയ്യിൽ നിന്ന് തെറിച്ച് വീഴാൻ കേട്ടോ. ഇതോടുകൂടി ജ്യോതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണേ. അയ്യോ ഇതെന്താടി ഇവിടെ കിടന്ന് കാട്ടുന്ന? ഒരു കോഫി കൊണ്ടുവന്ന് തറയിലിട്ട് പൊട്ടിക്കാനാണ്, തലവനിച്ച് സഹിക്കാൻ വയ്യ. ഇവിടെ വന്നത് മുതൽ ഞാൻ കോഫി ചോദിക്കൽ തുടങ്ങിയതാണ്. അപ്പോൾ CK ചന്ദ്രബോസ് പറയണേ,
ജ്യോതി നീ എന്താ കാണിക്കുന്നത്? ഞാനൊരു ഫോണിൽ സംസാരിക്കില്ലേ. സോറി ഞാൻ വാതിലടക്കാമെന്ന് പറഞ്ഞിട്ട് വാതിലടക്കുന്നു കേട്ടോ. അതോടുകൂടി നിർമ്മലക്ക് ആശ്വാസമായി. ഈശ്വര, അയാൾ കണ്ടില്ലല്ലോ. അപ്പോഴേക്കും ശിവാനി അങ്ങോട്ടേക്ക് ഓടിയെത്താണ്. എന്താ പ്രശ്നമെന്ന് ചോദിക്കും. ഇത് കണ്ടോ ഇവള് കോഫി എന്ന് പറയുമ്പോഴേക്കും ശിവാനി, അയ്യോ ഞാൻ അമ്മക്ക് വെച്ചിന് എത്ര കഷ്ടപ്പെട്ട് കോഫി ഇട്ടത്, അത് ഇവള് തറയിൽ കൊടുന്ന് കളഞ്ഞൂലേ. എടി നീ എന്താടി കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് കർണക്കുറ്റി നോക്കി നിർമ്മലയുടെ ഒന്നങ്ങ് കൊടുക്കുന്നത് നിധി കണ്ടുവരേണ്ട. അപ്പോഴേക്കും നിധി, എന്താടി നീ കാണിച്ചത്, പ്രായത്തിന് മുതിർന്ന ആളെ ഇങ്ങനെ കർണക്കുറ്റി നോക്കി കൊടുക്കാൻ പാടുമോ എന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ കരണക്കുറ്റി നിധി അങ്ങ് പൊട്ടിക്കുമ്പോൾ ജ്യോതി ഇത് കണ്ടു നിൽക്കാനായിട്ട്. അപ്പോൾ ഉടനെ അവിടെ വസുന്ധര വരികയാണ്. നീ എന്താടി കാണിച്ചത്? ശിവാനിയെ നീ എന്തിനാ അടിച്ചോ? ഇവളെ അടിക്കേണ്ട അധികാരം എനിക്കുള്ളത് കൊണ്ട്. എന്തധികാരടി നീ ഉള്ളത്? നീയും പ്രണവും നീയും ഗൗതമും ഈ പറഞ്ഞ ശിവാനി ഈ വീട്ടിലെ മരുമകളാണ്. അപ്പോഴേക്കും അവിടെ പാറു എത്തിയിട്ടോ. നിങ്ങൾ രണ്ടുപേരും മരുമകളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ഒരേ അവകാശമാണ്. പിന്നെ എന്തിന് നീ ഈ പറയുന്ന ശിവാനിയെ അടിച്ചു എന്ന് നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയാണ്, ഞാൻ അടിച്ചതിൽ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ എന്ന് പറഞ്ഞു. എന്ത് കാര്യം? എനിക്ക് വന്നപ്പോഴേ തോന്നിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ടെന്ന്. എന്താണ് നിങ്ങൾ തമ്മിൽ ബന്ധം? ഉടൻ തന്നെ നിധി പറയണത്, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിട്ടില്ല, പ്രായത്തിന് മുതിർന്ന ആളുകളെ അടിക്കാൻ പാടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശിവാനി പറയാണ്, എനിക്ക് ഇവർ എപ്പോഴും എന്ത് തെറ്റ് ചെയ്താലും ഇവർ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ അത് ചോദ്യം. അപ്പം അങ്ങനെയുണ്ട് അല്ലേ. സത്യത്തിൽ ഇവരെ എന്തിനാണ് ഇവരിവിടെ വേലിലേക്ക് കൊടുക്കുന്നത്? ശരിക്കും നിൻ്റെ അമ്മയാണോ ഇവരെ അടിച്ചിട്ട്? നിനക്കെന്താ കുഴപ്പം? നീ ഈ വീട്ടിലെ മരുമകൾ, ഈ പറയുന്ന ശിവാനി ഈ വീട്ടിലെ മരുമകൾ, ശിവാനി സെർവൻറ്റിനെ അടിച്ചത്, അതുകൊണ്ട് നിനക്കെന്താ കുഴപ്പമെന്ന് പറഞ്ഞ് ജ്യോതി ചോദ്യം ചെയ്യാണ് കേട്ടോ. ജ്യോതി നിധിയെ ചോദ്യം ചെയ്യുക. എന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ്, ഇവരിൻ്റെ അമ്മയല്ലല്ലോ, അതോ ഗൗതമിൻ്റെ അമ്മയാണോ ഇവരെന്ന് ചോദിക്കുമ്പോൾ പാറൊന്ന് ഞെട്ടിയിട്ടോ. അതേസമയം ഈ പറയുന്ന നിധിയൊന്ന് ഞെട്ടി. ഈശ്വര, എന്താണ് ഇവർ പറയുന്നത്? പറയാൻ വെച്ചത് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതിനോട് കൂടിയിട്ട് ജ്യോതി ചോദിക്കുക, ഞാൻ ഈ ചോദിച്ചതിന് നീ എന്തിനാ ഞെട്ടുന്നത്? അത് കേട്ട നിധി പറയുന്നത്, ഞാൻ ഞെട്ടിയതൊന്നല്ല, നിങ്ങളുടെ ചോദ്യം എന്താണ്? അമ്മയുടെ പ്രായമുള്ള ഇവളെ അടിക്കാൻ പാടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വസുന്ധര, എന്താ അടിച്ച കുഴപ്പം? ഒരു സെർവൻറ്റിനെ അടിക്കാനുള്ള അധികാരമുണ്ട്, സെർവൻറ്റ് പണി ചെയ്തില്ലെങ്കിൽ അടിക്കും, ആടിയാണ് അവൾ കൊടുത്തത്. അപ്പോൾ ഉടൻ തന്നെ ശിവാനി പറയുന്നത് ശരിയാണ്, ഒരു സെർവൻറ്റിനെ അടിക്കാനുള്ള അധികാരം എനിക്കില്ലേ നിധി? ഇനി കുറേ ദിവസങ്ങളായി ഇവിടെ വന്നത് മുതൽ ഈ നിർമ്മലയെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു സെർവൻറ്റിനെ എങ്ങനെ നിർത്തണം എന്ന് എനിക്കറിയാം, നീ നിർത്തുന്ന പോലെ എനിക്കും എന്ത് ചെയ്താൽ എന്താ കുഴപ്പം? അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയുന്നത് ശരിയാണ്, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഇവിടെ സെർവൻറ്റിനെ ആർക്കും അടിക്കാം, അങ്ങനെ ആർക്കും അടിക്കാൻ പറ്റിയവരല്ല ഇവരുടെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയാം, ഇവർ സെർവൻ്റ് അല്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധര ചോദിക്കാൻ, സെർവൻ്റ് അല്ലെങ്കിൽ ആരാണ്? ആരാണ് ഇവരെ അടിച്ചത് കൊണ്ട്? എന്താ കുഴപ്പം? എന്താണ് ഇവരും നീയുമായുള്ള ബന്ധമെന്ന് പറയുമ്പോൾ പാറുവിന് നിധി ഞെട്ടി നിൽക്കണേ കേട്ടോ. ഇനി എന്ത് ഉത്തരം നൽകുമെന്നറിയാതെ പാറുവിന് നിധി ഞെട്ടി നിൽക്കുന്ന ആ കിടുക്കൻ സീനാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സി കെ ചന്ദ്രൻ ബോസിൻ്റെ ഈ വരവോടുകൂടി ഇനി കള്ളങ്ങളെല്ലാം പുറത്തു വീഴുന്ന ആ ഒരു സത്യമാണ് ഇനി നമുക്ക് മുന്നിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഓരോ ദിവസം ചെല്ലുമ്പോൾ ശിവാനി എന്തെന്ന് ഇങ്ങനെ വസുന്ധര കുറേശ്ശെ അറിഞ്ഞു തുടങ്ങും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നിധി തന്നെ പലവട്ടങ്ങളായി ഇവരോട് തുറന്ന് പറയുകയാണ്, ഇവരാരാണെന്ന് അറിയുമോ, ഇവരാരാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നിധി പലവട്ടം വസുന്ധരക്കും ശിവാനിക്കും മുന്നിലും ആ ക്ലൂ ഇട്ടത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇനി നിർമ്മലയുടെ പിറകെ അന്വേഷണവുമായി പോകുന്ന ആ ഒരു സീനാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഈ സി കെ ചന്ദ്രൻ ബോസ് ആരാണെന്നുള്ള സത്യം ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ.